സംസ്ഥാനത്ത് റമദാൻ വിഷു ആഘോഷ ദിനങ്ങളിൽ ക്ഷേമ പെൻഷൻകാരുടെ കൈകളിൽ എത്തുന്നത് 3200 രൂപ വീതം. പെൻഷൻ 2 ഗഡുക്കൾ ഒരുമിച്ച് നാളെ അർഹരുടെ കൈകളിലെത്തും. 62 ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളം കോടതി നടപടികളിലേക്ക് കടന്നതോടെയാണ് അർഹമായ വിഹിതത്തിൽ നിന്ന് പണം നൽകാൻ കേന്ദ്രം തയ്യാറായത്. ഇതോടെയാണ് പെൻഷൻ വിതരണം അടക്കമുള്ള നടപടികൾ സുഗമമായത്. പെൻഷൻ മുടങ്ങിയത് പ്രതിപക്ഷം രാഷ്ട്രീയ വിഷയമാക്കിയിരുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിച്ചച്ചട്ടിയുമായി പലരും സമരത്തിനിറങ്ങിയതോടെ പെൻഷൻ മുടങ്ങിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. 62 ലക്ഷം പേർക്കാണ് 1600 രൂപ വീതമുള്ള പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നത്. നേരത്തെ 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1600 രൂപയായി ഉയർത്തിയതോടെ മാസം 1000 കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് ആവശ്യമായി വരുന്നത്. പെൻഷൻ ഫണ്ടിലേക്ക് ധനസമാഹരണത്തിന് 2 രൂപ ഇന്ധന സെസ് ഏർപ്പെടുത്തിയതും വലിയ സമരത്തിന് കാരണമായിരുന്നു. അർഹരായവരുടെ കൈകളിൽ ആഘോഷനാളുകളിൽ പണം എത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇടതുമുന്നണിക്കും ആഹ്ലാദം പകരുന്നതാണ്. Waytonikah.com, the exclusive Muslim matrimonial site.